ഭർത്താവിനെ വിളിക്കും കാലം, ഭർത്താവ് ഭാര്യയെ വിളിക്കും മുതുകിശാല്, മക്കളെ വിളിക്കും ശവങ്ങൾ. അയൽപക്കത്തെ പിള്ളേരും മിടുക്കാൻ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലിനെ കണ്ടിട്ടുണ്ട്? കൊണ്ട് ഇന്ത്യയെ ചായ കുടിക്കാൻ പഠിക്കുന്നു, കൊണ്ടുവരുന്നു. പിശാചോ കറി വറുക്കുന്നു, ചോറ് വാർക്കുന്നു, തുണി അലക്കുന്നു. നമ്മൾ പരാതി പറഞ്ഞ് പഠിച്ചവരാ. കുടുംബത്തിൽ കുടുംബസ്വത്വമാകണോ, പരാതിയില്ലാതെ ജീവിക്കണം. അതുപോലെ പഠിപ്പിക്കണം പരാതിയില്ലാതെ. നമുക്ക് എന്തെല്ലാം പരാതികളാണ്. ഈ പരാതിയുടെ ജീവിതത്തിൽ അത് വേണ്ട എന്ന് പഠിപ്പിച്ച കാലഘട്ടമാണ് കൊറോണ വൈറസ് COVID-19 2 വർഷങ്ങൾ. ഈ നൈറ്റ് മതി, ഈ പാൻസ് മതി, ഈ കൊലുസ് മതി, ഈ ചെരുപ്പ് മതി, ഇങ്ങനെ പറയാൻ പഠിച്ചു. കാരണം ആരും കാണാത്തത് എന്തിനാ പെർഫ്യൂം, ആരും കാണാൻ എന്തിനാ പൗഡർ, ആരും കാണാൻ എന്തിനാ മേക്കപ്പ്, എല്ലാം തീർന്നുപോയി എന്ന് പഠിപ്പിച്ചു. ഞാനിപ്പോ വരുന്നത് പാലാടുത്ത് ഉഴുമൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ വീടിനടുത്താണ് ഞങ്ങളുടെ കപ്പുച്ചിൻ ആശ്രമം. കോവിഡിന് തൊട്ട് മുമ്പ് നാട്ടിലെ ഒരു സഹോദരിക്ക് 40 വയസ്സുകാരിക്ക് വലിയ ഒരാഗ്രഹം, എരുമപ്പാല് വിറ്റിരുന്ന കാശ് കൊണ്ട് 1/2 ഗ്രാം തൂക്കത്തിൽ ഒരു മൂക്കുത്തി പണിയിക്കണം. വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് 1/2 ഗ്രാം സ്വർണം മേടിച്ചു, മൂക്കുത്തി തയ്യാറാക്കി, മൂക്കും തുറച്ചു. ബംഗളൂരിൽ വന്നാലും വാലന്റൈൻസ് ഡേയിൽ ഭർത്താവിനെ കൊണ്ട് മൂക്കിൽ ഫിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ 10 ദിവസം മൂക്കുത്തിയാട്ടി നാട്ടിലൂടെ നടന്നു. 10ാം ദിവസം സർക്കാരിന്റെ ഓർഡർ, മാസ്ക് വെച്ച് മൂക്ക് മറക്കുക, തീരുമാനിച്ചിരുന്നു. നമ്മള് കർത്താവിന് മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. 3ാം വയസ്സിൽ പള്ളിയിൽ വന്ന മോൻ കോവിഡ് കാരണം പിന്നെ 2 വർഷം പള്ളിയിൽ വന്നില്ല. 5ാം വയസ്സിൽ അമ്മ മോനെ മാസ്ക് വെപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്നു. പള്ളിയിലെ പ്രധാന വാതിലുള്ള മോൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കർത്താവിലേക്ക് നോക്കിട്ട് വന്നു, അമ്മേ ബാഹുബലി, അമ്മേ ബാഹുബലി. കാരണം കോവിഡ് കാലത്ത് ഇവൻ ടെലിഫോണിൽ കണ്ടുപിടിച്ച പടവാ ബാഹുബലി. പള്ളിയിൽ വന്നപ്പോൾ കുതിരപ്പുറത്ത് ഈവലിസുണിയാന്നിരിക്കും, അമ്മേ ബാഹുബലി. കർത്താവിനെ പരിചയപ്പെടുത്തണം, ദേവാലയത്തെ പരിചയപ്പെടുത്തണം, വൈദികരെ പരിചയപ്പെടുത്തണം, ദൈവത്തിന്റെ വിശുദ്ധാചാരുടെ അടുത്ത് കുഞ്ഞുങ്ങളെ നിർത്തണം. വീട് ഒരു വിദ്യാലയം. തമിഴന്റെ വിശുദ്ധ ഗ്രന്ഥമാ തിരുക്കുറൾ. തിരുക്കുറൾ എഴുതിയത് തിരുവെള്ളാവൂർ. തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശ്ലോകങ്ങളാ. അതിനകത്ത് തിരുവെള്ളാവൂർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? മറുപടി 1, ഇഷ്ടം പോലെ പേരും പ്രശസ്തിയും സമ്പത്തുമുള്ള മക്കളെ കിട്ടുന്ന അപ്പനും അമ്മയുമാണ്. മറുപടി അല്ലേ അല്ല. സൽപ്പേരുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്ന അപ്പനും അമ്മയാണ്. മറുപടി അല്ലേ അല്ല. സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള മക്കളെ കിട്ടുന്ന അപ്പനും അമ്മയുമാണോ? മറുപടി അല്ലേ അല്ല. പിന്നെ ആരാണ് ഭാഗ്യമുള്ള അപ്പനമ്മ? ജനം ഒരു അപ്പനോടും അമ്മയോടും ചോദിക്കണം, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ കിട്ടാൻ ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? അങ്ങനെ ചോദിക്കുന്ന വിധത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അതിന് അപ്പന്റെ അമ്മയുടെ ജീവിതം ഒരു മാതൃകയാകണം. ആ മാതൃക വഴി ആ മാതൃക കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം. വീട് ഒരു വിദ്യാലയം. 10, വീട് ഒരു ദേവാലയം. വീട് ഒരു ദേവാലയം. എന്താ ദേവാലയം? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുടക്കം വരാത്ത വീട്, ജപമാല എത്തിക്കുന്ന വീട്, ഞായറാഴ്ച ദിവ്യപൂജയിൽ പങ്കെടുക്കുന്ന വീട്, പറ്റുന്ന ദിവസങ്ങളിൽ ഇടവേള അത്താഴം വിളിച്ചെന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വീട്, ബൈബിൾ വായിക്കുന്ന വീട്. അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന കണ്ടിട്ട് വേണം മക്കളെ കണ്ടുപിടിക്കാൻ. അവിടെയാണ് വീട് ഒരു ദേവാലയമായിട്ട് മാറുക. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുമോ മക്കൾ അതല്ലേ കണ്ട് പ്രാർത്ഥിക്കുക. ഒരു വീട്ടിൽ അപ്പനും അമ്മയും കൂടെ സ്പീഡിൽ പ്രാർത്ഥിച്ചിട്ട് അപ്പൻ ഓടിപ്പോയി കമ്പോള നിലവാരം കാണാൻ വേണ്ടി, അമ്മ ഓടിപ്പോയി പപ്പടം കാച്ചിയിടുന്നു, പാവയ്ക്ക വറുത്തിടുന്നു, ഉരുളമുളകും പൊരിച്ചിടുന്നു, 100 കൂട്ടം പണി. 5 മക്കള. അവര് ചെന്ന് പപ്പടം പാവയ്ക്ക മുളക് കറന്നത കഴിച്ചു തിന്നാൻ തുടങ്ങി. ഇങ്ങനെ തിന്നാൽ അത്താഴത്തിന് കറിയൊന്നുമില്ല. അമ്മ പറഞ്ഞ, മക്കളെ അകത്തെ മുറിയിൽ പോയി സകല പുണ്യാളന്മാരുടെ ലുത്തിനിയ മുഴുവൻ ചെല്ലേച്ച് വരാൻ പറഞ്ഞു. അവരകത്തെ മുറിയിൽ കയറി സകല പുണ്യാളന്മാർ വിശുദ്ധയുടെ ലുത്തിനിയ പുസ്തകം എടുത്തു. ഓരോ പേജും സ്പീഡിൽ വെച്ചിട്ട് എഴുതി, ഈ പേജിലുള്ള വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ.
ഇവിടെയുള്ളവരെ അപേക്ഷിക്കണേ, എവിടെയുള്ളവരെ അപേക്ഷിക്കണേ. അവസാനം കൂട്ടിച്ചേർത്തു, ലോകത്തിന്റെ പാപം നീക്കുന്ന 3 ആട്ടിൻകുട്ടികളെ കൂട്ടമായിട്ട് അപേക്ഷിക്കണം. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നോ മക്കൾ കണ്ടുപിടിക്കും. ഒരപ്പന്റെ കടമയാ, അമ്മയുടെ കടമയാ വീട് ഒരു ദേവാലയമാക്കി മാറ്റുക, പ്രാർത്ഥിക്കുന്ന ഒന്നായിട്ട് മാറ്റുക. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ ഈ ദിവസങ്ങൾ ഒരുങ്ങുമ്പോൾ, ഞായറാഴ്ച ആഘോഷത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഒരു പ്രാർത്ഥനാ സമൂഹമായി നമ്മൾ വളരുമ്പോൾ അച്ഛൻ പങ്കുവച്ച ചിന്തകൾ ഹൃദയത്തിൽ നിറയട്ടെ. ആ ചിന്തകൾ ഹൃദയത്തിൽ ഉരുവിടുവാൻ കഴിയട്ടെ. തെറ്റായിട്ട് കുടുംബങ്ങളെ ശരിയായ കുടുംബങ്ങളാക്കി മാറ്റി ജീവിത വിശുദ്ധിയിൽ നന്മയിൽ വളരുവാൻ നല്ലവനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും സർവശക്തന്റെ ഇടപെടൽ ആശംസിച്ചുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.